അതേ, വെറുതെ ഇരുന്നിങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നാളെ കുറിച്ചുള്ള ചിന്ത വേണം. ആരും എനിക്ക് ചിന്തയില്ലാന്ന് അപ്പയ്ക്കറിയോ? നാളെനെ കുറിച്ച് എനിക്ക് ഭയങ്കര ചിന്തയാണ്. എന്താണാവും നിന്റെ ചിന്ത? അതൊന്ന് പറഞ്ഞേ. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയാണ് എൻ്റെ ചിന്ത ഇങ്ങനെ കടന്നു പോണത്. നാളെ എന്താവും ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തുമ്പോഴേയും കിട്ടണില്ല. നീ ചിന്ത പറയടേ. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാളെ സ്കൂളിലേക്കുള്ള ഹോംവർക്കൊന്നും ഇട്ടില്ല, ഒരു വസ്തു പഠിച്ചിട്ടുമില്ല. എന്തായാലും ടീച്ചറിനെ നടി കിട്ടും, അത് ഉറപ്പാ. ഇതാണ് നിന്റെ ചിന്ത? പിന്നല്ലാതെ ഈ ചിന്ത കാരണം എനിക്ക് വേറെ വലുത് ചിന്തിക്കാൻ പറ്റണ്ട. അത് നീ നാളത്തേക്കുള്ളത് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്നാലും എനിക്ക് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതേ നാളത്തെ നിന്റെ ഭാവിനെ കുറിച്ചാ. അത് ശരി, ഭാവിനെ കുറിച്ചിട്ടാണോ? എന്നാലല്ല കൈനോട്ടക്കാരോട് ചോദിച്ചാൽ മതിയില്ലേ, അയാൾ നല്ലോണം ഭാവി പറയൂലേ. അതല്ല, നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ? ഡോക്ടറാവണം, വക്കീലാവണം, എഞ്ചിനീയർ ആവണം. അതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അപ്പയ്ക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? എനിക്ക് ശരിക്കും പറഞ്ഞ അപ്പാപ്പൻ്റെ പോലെ ഭയങ്കര പേരെടുത്തൊരു ഡോക്ടറാവാനായിരുന്നു ആഗ്രഹം. അപ്പാപ്പൻ ഡോക്ടറായിരുന്നോ? അല്ല, അപ്പാപ്പൻ്റെ ആഗ്രഹം ഡോക്ടറാവാനായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യേ, ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് പൊളിച്ചുട്ടാ. വിധി അല്ലാണ്ട് എന്ത് പറയാനാ? അല്ലാതെ പഠിക്കാനിട്ടല്ലേ. വിധിയെ തോപ്പിക്കാൻ നമുക്ക് ആകില്ല മക്കളെ, ആകില്ല. അതങ്ങനെയല്ലല്ലോ, ഈ ചന്തുവിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല മക്കളെ, ആവില്ല. അങ്ങനെയല്ലേ? അങ്ങനെയും പറയാ. ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, എനിക്കും അപ്പയുടെ പോലെ പേരെടുത്തു ഡോക്ടറാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അതാവുമ്പ അപ്പയുടെ പോലെ പണിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ ചുടയും കുത്തിരിക്കാല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ?